യവന കഥയിൽ നിന്നു വന്ന ഇടയ കന്യകേ. ഞങ്ങള് ഭയങ്കര വഴക്കായി. അതായത് സാറുമായിട്ട് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല, ഞാൻ ഇതിനു വേണ്ടിയിട്ടൊരു പാട്ടുണ്ടാക്കി. കറുകപ്പുൽമേട്ടിലെ ഇടയ പെൺകൊടിയേ അഹമഴ നനഞ്ഞവളെ ലരരരാരരാരരീ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് അതിനുണ്ടാക്കിയത്. ജോഷി വരുന്നു, സംവിധായകൻ പാട്ട് എസ് സ്വാമി വരുന്നു, സ്ക്രിപ്റ്റ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പാട്ട്. ഷിബുവിനും ഞങ്ങൾ കമ്പോസ് ചെയ്തപ്പോൾ ഇഷ്ടമായി. ജോഷി സാറ് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കമ്പോസിങ് കഴിഞ്ഞു. ദിസ് ഇസ് ലാസ്റ്റ് സോങ്. ബാക്കിയൊക്കെ കഴിഞ്ഞു. ഷിബു ഇങ്ങനെ നമുക്ക് ആ പാട്ട് മാറ്റി പിടിക്കാമല്ലോ. എനിക്ക് ഞാൻ ഷിബുവിടെ ഇരുന്നാൽ മതി, ഷിബുവിന് വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഞാൻ വയലിൻ വായിച്ച് നടക്കുന്ന കാലമാണ്. ഞാൻ വീണ്ടും വയലിൻ സ്റ്റുഡിയോന്ന് വയലിൻ എടുത്തിട്ട് വരണം, അതായത് ക്യാൻസൽ ചെയ്തിട്ട്. ഇത് ഓക്കെ പറഞ്ഞാൽ ഇനി എന്താ കുഴപ്പം, എനിക്കിഷ്ടമാണ് ആ പാട്ട്. ഇങ്ങനൊരു സാധനം നമ്മളപ്പോൾ ചിന്തിച്ചിട്ടില്ലല്ലോ. ഭയങ്കര ഫ്രസ്ട്രേഷനായി. അപ്പം അന്ന് ഞങ്ങളൊന്ന് കൂടാം എന്ന് വിചാരിച്ചിട്ട് ഇത്തിരി സൽക്കാരങ്ങളൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് വഴക്കിട്ട് ഞാൻ വണ്ടി എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോയി, പിണങ്ങിപ്പോയി. പക്ഷേ വീട്ടിൽ ചെന്ന് കാലത്തെ എനിക്ക് എൻ്റെ തലയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ എതിർത്താലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എനിക്ക് പെട്ടെന്ന് ഈ ട്യൂൺ പെട്ടെന്ന് മനസ്സിൽ വരികയാണ്, ഇയാളെ പറയുന്നില്ല അങ്ങനെയാണ്. ഫോണില് ലാൻഡ് ലൈനിൽ വുഡ്ലാൻഡ്സിൽ വിളിച്ച് ഇദ്ദേഹത്തിനോട് ഇത് പറയും. അപ്പൊ തന്നെ ഫോണില് യവന, അപ്പൊ അവന്റെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ യവന കഥയിൽ നിന്നു വന്ന ഇടയ കന്യകേ. തലേദിവസം ഉണ്ടായ വഴക്കൊക്കെ മാറി ഒരു എക്സ്ട്രസി ഞങ്ങളങ്ങോട്ട് ആഘോഷിച്ചു. ഷിബുവാണ് ഭയങ്കര ആഘോഷിക്കുന്നത്. എനിക്കിപ്പോൾ ഞാനിത് നല്ലൊരു ട്യൂൺ വന്നു, ഓക്കെ, പകരം അതിനേക്കാൾ നല്ല ട്യൂൺ കിട്ടിയെന്നത്. പക്ഷേ ഷിബു ഏതാണ്ട് നിധി കിട്ടിയ പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും നിധി എവിടെയോ കുഴിച്ചിട്ട് പോയി, ആരോ തോണ്ടിയത് എടുത്തു പുറത്തു വന്ന് എല്ലാവർക്കും കാണാൻ പറ്റി, കേൾക്കാൻ പറ്റി.